അങ്ങനെ നമ്മൾ നീണ്ട 12 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ദിവസം വന്നു ചേർന്നിരിക്കുകയാണ്. 2 ദിവസത്തെ സിംഗപ്പൂരിന്റെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ജനുവരി 22 തീയതി ഉച്ചയ്ക്ക് ഞങ്ങൾ മറീന ബേ, സിംഗപ്പൂരിലുള്ള മറീന ബേ എന്ന തുറമുഖത്ത് വന്ന് റോയൽ കരീബിയൻ എന്ന ഷിപ്പിൽ ലോകത്തിലേക്ക് ആഡംബരത്തിന്റെ നിറകുടം എന്ന് പറയുന്ന കീഴിൽ ഷിപ്പിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. 2 മണിക്ക് ചെക്കിനെല്ലാം ചെയ്തു. ഫ്ലൈറ്റിൽ കയറുന്ന അതേ രീതിയിലുള്ള സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതേ ചെക്കിങ്ങും അതേ ഇതൊക്കെ സേഫ്റ്റി എല്ലാം നമ്മൾ അങ്ങനെ കപ്പലിലെ 16ാം നിലയിൽ മൊത്തമുള്ള 4 നിലയിലാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ കയറുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. എന്താ പറയുക, ഒരു സ്വർഗ്ഗം, ഒരു എന്താ പറയുക, അതിമനോഹര കൊട്ടാരത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുക എന്ന രീതിയിലാണ്. നമ്മളെല്ലാം എവിടെ നോക്കണം, തിരിഞ്ഞു നോക്കണം എന്നുള്ള ആകാംക്ഷയാണ്. ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ 4 മണിക്ക് തന്നെ ഷിപ്പ് യാത്ര ചെയ്യും. അതിന് മുന്നേ തന്നെ ഞങ്ങൾ 3:30 തന്നെ ഞങ്ങളെല്ലാവരും ചെക്ക് ഇൻ ചെയ്ത് ഉള്ളിൽ കയറി. അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ഷിപ്പിന് മൊത്തം 16 നിലകളാണ് ഉള്ളത്. ഞങ്ങളുടെ താമസം 11ാം നിലയിലാണ് ഞങ്ങളുടെ താമസം. അങ്ങനെ ഞങ്ങൾ അതിവേഗ ലിഫ്റ്റ് ഉണ്ട്, 3 ലൊക്കേഷനിലായിട്ടുണ്ട് ലിഫ്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ റൂമിലേക്ക് ആദ്യം പോയി തിങ്സ് എല്ലാം എടുത്തു വെച്ചതിന് ശേഷം പിന്നെ ഡൈനിങ് ഹാള്, ഡെക്ക്, വെൽക്കം ഡാൻസ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നുണ്ട്. നമ്മുടെ റൂമാണത്. റൂമിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സി പാസ് ഉണ്ട്. അത് ATM പോലത്തെ ഒരു കാർഡാണ്. ആ കാർഡാണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ റൂമിലെത്തി. നല്ല ക്യൂട്ട് റൂമാണ്. വലിയ റൂമെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഷിപ്പല്ലേ, എന്നാലും ഒരു 5 സ്റ്റാറിനെക്കാട്ടും കൂടുതൽ സൗകര്യം, മറ്റു ആഡംബരം നിറഞ്ഞിട്ടുള്ള ഇതാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കുളിക്കാനും നമുക്കവിടെ എന്താ പറയുക, സേഫ്റ്റി ആയിട്ടുള്ള ലോക്ക് ചെയ്യാനും അങ്ങനെ ഡ്രസ്സുകൾ വെക്കാനും ക്യാബിൻ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് മുകളിൽ ഇന്നത്തെ പ്രത്യേകത വെൽക്കം ഡാൻസ് ആണ്. വരുന്ന ഗസ്റ്റുകളൊക്കെ ഇന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് 15ാം നിലയാണ് ഈ കാണുന്നത്. ഏറ്റവും ടോപ്പ് കാണുന്നത് 16ാം നിലയാണ്. അങ്ങനെ ഇവിടെ 3-4 സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇത്തരം 3 സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ജക്കോസി ഉണ്ട്. നല്ല രസമായിട്ടുള്ള ഒരു ആംബിയൻസ് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ലഭിക്കും. ഇവരൊക്കെ ഷിപ്പിൽ ജീവനക്കാർ ഈ കുറേ അവർ നമ്മളൊക്കെ ഡാൻസ് പഠിപ്പിക്കും, നമ്മളും കളിക്കും. ഒത്തിരി പേര് ഡാൻസ് കളിച്ചു. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ സുന്ദര മുഹൂർത്തം ആണ്. നമുക്ക് എന്താ പറയുക, ആകെ നല്ലൊരു ആംബിയൻസ് നമ്മൾ കൊണ്ട്. ഇതിപ്പോ 4 മണി ആയിട്ടുള്ളൂ. ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം മണി ആക്ടിവിറ്റീസ് ആരംഭിക്കാം. അങ്ങനെ ആകാംക്ഷയാണ്. നമ്മൾ എവിടെയൊക്കെ കാണും, എന്തൊക്കെ കഴിക്കും എന്നൊക്കെയുള്ള ഒരു ആകാംക്ഷയാണ്. അങ്ങനെ ഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൈഡിൽ ഡെക്ക് ഉണ്ട്, ഒരു വിങ് പോലെ പുറത്തേക്ക്. അവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത്. എന്താ പറയുക, ഇതൊക്കെ സേഫ്റ്റി ബോട്ടാണ് കാണുന്നത്. 16 നിലയുടെ വലിപ്പം നമുക്ക് ക്യാമറയിൽ എടുത്താൽ നമുക്ക് കിട്ടില്ല. അതേപോലെ തന്നെയാണ്. അങ്ങനെ ഷിപ്പ് അകന്ന് പോവാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സിംഗപ്പൂരിന്റെ ആ സിറ്റി നമ്മളിങ്ങനെ അകന്ന് പോകുന്ന മനോഹരമായ കാഴ്ച ഷിപ്പിൽ നിന്ന് ആസ്വദിക്കാം. അപ്പൊ നമുക്ക് 4 ദിവസത്തെ ഷിപ്പാണ്. ആദ്യത്തെ ദിവസം നെക്സ്റ്റ് ഡേ നാളെ മലേഷ്യയിലെ പെനാങ് എന്ന ഐലൻഡിലാണ് നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലാണ് വന്ന് ചേരുക. പിറ്റേ ദിവസം തായ്ലാൻഡിലെ ഫിക്കറ്റ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ ഇന്ന്, സെക്കൻഡ് ഡേ മലേഷ്യ, 3rd ഡേ പെനാങ്, 4th ഡേ തിരിച്ച് വീണ്ടും സിംഗപ്പൂരിലെ സെയിം മറീന ബേയിൽ തന്നെ നമ്മൾ വന്ന് അവസാനിക്കും യാത്ര. ഇതാണ് ഇഷ്ടം. അത് നല്ല സ്കേറ്റിംഗ് ആണത്. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള തിര ഉണ്ടാക്കിയിട്ട് അവിടെ സ്കേറ്റ് ചെയ്യാണ് ഈ കുട്ടി. നല്ല രസമായിട്ട് അതിസാഹസമായിട്ട് സ്കേറ്റിംഗ് ചെയ്ത് നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. ഇങ്ങനെ നോക്കി നിൽക്കും. മറ്റുള്ളവരും ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ച് എക്സ്പേർട്ടുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ വീഴ്ചയോട് വീഴ്ച തന്നെയാണ്. ഈ കുട്ടി മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഷിപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എന്റർടൈൻമെന്റ് ചെയ്യുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിലാണ്. കാരണം എല്ലാം ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങും നമ്മുടെ താമസം, നമ്മുടെ മറ്റു കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഇത് നമ്മുടെ വിൽസനാണ്, വല്യമ്മയുടെ മകനാണ്. അവർ ഫുൾ ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ കപ്പിൾസാണ്. ബാക്കി എല്ലാവരും കപ്പിൾസാണ്. ഇവിടെ റോക്ക് ക്ലൈംബിംഗ് ഉണ്ട്. അതുപോലെ ഇത്
സ്കൈ പാഡ് എന്ന് പറയും. അതായത് നമുക്ക് സ്പേസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എങ്ങനെയാണ് ഈ പറഞ്ഞ വെള്ളത്തിന് അറിയില്ല, നമ്മൾ കണ്ടിട്ടുണ്ട് ഫ്ലൈറ്റിൽ നിന്നൊക്കെ ആൾക്കാർ ജമ്പ് ചെയ്ത് ഒരു പ്രാക്ടീസ് ഉണ്ട്. താഴെ അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴത്തെ ഡ്രസ് ഉണ്ട്. ഇതൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. എക്സ്ട്രാ ഡോളർ ആയതുകൊണ്ട് ഞങ്ങളൊക്കെ കാണുന്നു മാത്രമേ ഉള്ളൂ. അധികം ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്കൊന്നും പോയില്ല, ആരും തന്നെ പോയില്ല. അതിനെക്കാരാണ് ഒരുപാട് അവർ എന്റർടൈൻമെന്റ് ചെയ്യുന്നത്. അത് മറ്റേ മാസ്റ്ററാണ്. മാസ്റ്റർ നമുക്ക് ഇത്രയൊക്കെ സമയമുണ്ട്, ആ സമയം കഴിഞ്ഞ് നമ്മൾക്ക് ഇതൊക്കെ അവിടെ ഇഷ്ടംപോലെ നമുക്ക് എന്താ പറയുക സ്പോട്ട് ഉണ്ട്, ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇഷ്ടംപോലെ ലൊക്കേഷൻ. നമ്മുടെ ചേട്ടനാണ് ഇത്, ചേട്ടൻ്റെ കൂട്ടുകാരെ. അങ്ങനെ ഞങ്ങൾ കണ്ട് ഇതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഷിപ്പിൽ മദ്യം കിട്ടുമോ എന്ന് ചോദിക്കും. മദ്യം കിട്ടും, പക്ഷെ മദ്യം ആരും കഴിക്കില്ല. കാരണം ഒരു പെഗ്ഗിന് 500 അല്ല 1000 ഒക്കെ കൊടുത്ത് ആരാ കഴിക്കുക. എന്നിരുന്നാലും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടീം ലീഡറും നമ്മുടെ ഇതിന്റെ ക്യാപ്റ്റനും ഞങ്ങളുടെ ഈ ടീം ഈ ഇതിന്റെ യാത്ര എല്ലാ കാര്യവും ചുക്കാൻ പിടിച്ചിട്ടുള്ള എൻ്റെ സ്വന്തം ജസ്റ്റിൻ ചേട്ടനാണ് ഈ പെഗ് റോബർട്ട് നൽകുന്നത്. അത് നമ്മൾ കണ്ടിരിക്കുക രസമാണ്. അത് ഇങ്ങനെ ഒരു മുകളിൽ 100 കണക്കിനും ബ്രാൻഡ് ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ പോയിട്ട് ബ്രാൻഡ് സെലക്ട് ചെയ്തിട്ട് 30 ml ആണ് പെഗ് എന്ന് പറയുന്നത്. 30 ml അത് നമ്മൾ കറക്റ്റായിട്ട് കുലുക്കുക, സോഡയും വെള്ളമൊക്കെ ചേർത്ത് നല്ല രസമായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ സെർവ് ചെയ്യും. ഇത് കഴിച്ച മനോഹരം തന്നെയാണത്. ഷിപ്പില് 4ാമത്തെ ഡെക്കിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് വളരെ ചുരുക്കം പേര് 5-6 പേര് മാത്രമേ ഇങ്ങനെ ഉപയോഗിച്ചത് കണ്ടിട്ടുള്ളൂ. പിന്നെ ആംബിയൻസ് ആണ്, നമുക്ക് വേറെ ലെവലിലേക്ക് എത്തും. നമ്മൾ തന്നെ മറക്കും. പിന്നെ ഇവിടെ വൈഫൈ ഒക്കെ ഉണ്ട്, പക്ഷെ എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമുക്കൊന്നും അത് എടുത്തില്ല. അതുകൊണ്ട് നോ ആൽക്കഹോൾ, നോ വൈഫൈ, ഓൺലി ഫാമിലി. അതുകൊണ്ട് ഇഷ്ടംപോലെ നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതാണ് ഈ ടൂറിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതാണ് ഇത് എന്ന് വെച്ച് അതുകൊണ്ട് കപ്പിൾസ് എന്തായാലും നിർബന്ധമായിട്ട് യാത്രയിൽ പങ്കെടുക്കണം. എനിക്ക് തോന്നുന്നില്ല 4 ദിവസം നമ്മളിങ്ങനെ ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് വളരെ സ്വസ്ഥത ശാന്തമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അപൂർവമാണ്. എന്നിരുന്നാലും ഇഷ്ടംപോലെ സമയം നമുക്ക് അവിടെ തികയുന്നില്ല ഓരോ കാര്യങ്ങൾ. അത്രമാത്രം ആക്ടിവിറ്റീസ് ഷിപ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് നോർത്ത് പോൾ എന്ന് പറയും, നോർത്ത് സ്റ്റാർ എന്ന് പറയും. അത് 16ാം നിലയിലുള്ള മുകളിൽ വീണ്ടും ഒരു 10-50-60 മീറ്ററുള്ള ഒരു വലിയ ഒരു എന്താ പറയാ എലിവേറ്ററാണ്. അതിന്റെ മുകളിൽ നമ്മൾ കറക്കി 360 ഡിഗ്രി കറക്കി അങ്ങനെ ഷിപ്പിന്റെ എല്ലാ കാഴ്ചകളും പുറം കടലും എല്ലാം നമുക്ക് ഒരേ ഇതിൽ തന്നെ കണ്ട് നമുക്ക് അവിടെ ഇറക്കാം. അതും പെയ്ഡാണ്. അതുകൊണ്ട് ഞങ്ങൾ ആരും അത് കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തില്ല. പിന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എന്തായാലും എല്ലാം ഈ വീഡിയോയിലും ഇല്ല. ഇനി അടുത്തൊരു പാർട്ട് വീഡിയോ ഉണ്ട്. അതിൽ ആണ് കൂടുതൽ എന്റർടൈൻമെന്റ്, ഫുഡ്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെപ്പറ്റി പറയാം. എന്നിരുന്നാലും എന്താ പറയാ 3ാം നില, 4ാം നിലയ്ക്ക് 5 ഈ 3 നിലകളിലാണ് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ്. പിന്നെ ഏറ്റവും ടോപ്പിലുള്ള 11, 14, 15, 16 ഇവിടെയാണ് നമ്മുടെ മറ്റ് ഫുഡും മറ്റ് ആക്ടിവിറ്റീസ് ഉള്ളത്. ബാക്കി എല്ലാവരും ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയകളാണത്. അങ്ങനെ റോക്ക് ക്ലൈംബിങ് എന്ന് വേണ്ട. പിന്നെ ഇതിന്റെ ഒരു ലാപ്പ് നമ്മൾ നടക്കുകയാണെങ്കിൽ 600 മീറ്റർ ആണ് ഈ ഷിപ്പിന്റെ ഒരു ലാപ്പ് നടക്കുകയാണെങ്കിൽ. ഏകദേശം 300-350 മീറ്റർ വരും ഒരു ഷിപ്പിന്റെ ലെങ്ത് എന്ന് പറയാനുള്ളത്. അപ്പൊ അതിന്റെ മുകളിൽ എന്ന് പറയുന്നത് ഫുള്ള് സ്പോർട്സ് ചെയ്യാനും അതുപോലെ കളിക്കാനും കുളിക്കാനും അതുപോലെ ഐസ്ക്രീം, ഈ പറഞ്ഞ തന്നെ കരീബിയന്റെ റോക്ക് ഷോ തുടങ്ങിയിട്ടുള്ള എന്താ പറയുക, നമ്മൾ എത്ര കണ്ടാലും നമുക്ക് ഇനിയും അവിടെ ഇനി എന്തോ കാണാൻ ബാക്കിയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. എല്ലാവരും പ്രത്യേക മൂഡിലാണ് ജനങ്ങളെല്ലാവരും. വേറെ വൈബ് എന്ന് പറയില്ലേ. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലാണ് മറ്റും കണ്ടുള്ള ആൾക്കാരും ഒക്കെ വരുമ്പോൾ ഇന്റർനാഷണൽ ആയിട്ടുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ ഞങ്ങളും ആ ഫീൽഡിലെത്തി. എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫോട്ടോസുകളും നല്ല എന്താ പറയുക ശാന്തത, സ്വസ്ഥത, നല്ല ഫുഡ്, നല്ല അന്തരീക്ഷം, നല്ല ആംബിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ യാത്ര ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങളുടെ പൈസ അയ്യോ ഇത്രയ്ക്ക് ആവിയല്ലോ എന്നൊരു തോന്നലേക്ക് ഉണ്ടായി. പക്ഷെ ഇത് കഴിഞ്ഞു വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര വർത്തായിട്ട് തോന്നി. അവിടെ ജിംനേഷ്യം ഉണ്ട്, ജാക്കുവാസി, നല്ല ഹോട്ട് വാട്ടർ കേട്ടോ. നല്ല എന്താ പറയുക വളരെ കൃത്യമായിട്ടുള്ള ഒരു അഴുക്കും ഇല്ലാട്ടുള്ള ചെയ്തിട്ടുള്ള വാട്ടറാണ്. ഒട്ടും പേടിക്കൊന്നും വേണ്ട, നമുക്ക് എവിടെയും ഇറങ്ങാം.
ഇത് 4th നിലയിലുള്ളതാണ്. ഇത് സേഫ്റ്റി ബോട്ടാണ്. താഴേക്ക് മുകളിൽ നോക്കുമ്പോൾ വലിയ വലുപ്പം തോന്നില്ല, പക്ഷെ താഴെ നോക്കുമ്പോൾ അതിന്റെ വലിയ ഒരു, എനിക്ക് തോന്നുന്നൊരു ട്രെയിനിന്റെ ബോഗിയുടെ ഒക്കെ അത്രയ്ക്കുണ്ടോ, അത്ര വലിപ്പമുള്ള ഇതാണത്. എന്നാലും ഷിപ്പിൽ 1500 ജീവനക്കാരും 4800 യാത്രക്കാരും എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ചെറിയൊരു സംശയം തന്നെയാണ്. എന്തായാലും കുറെ പേരൊക്കെ സഫർ ചെയ്യേണ്ടി വരും. ഇതൊക്കെ കാണുമ്പോൾ ടൈറ്റാനിക് ഒരു ഷിപ്പാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ ഓർക്കാൻ പാടില്ല, എന്നാലും ഓർത്തു പോകും. അങ്ങനെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് തയ്യാറെടുക്കാം. അതിൽ ഒരുപാട് ഫുഡ്, എന്റർടൈൻമെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോ അടുത്തിൽ കാണാം. ഓക്കെ, ബൈ.